ഭദ്രേ നാരായണ. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാം വീട്ടുമുറ്റത്ത് സാധാരണയായി കാണുന്ന ഒന്നാണല്ലോ കറിവേപ്പില. കേവലം ഭക്ഷണത്തിന് രുചി കൂട്ടാൻ മാത്രമല്ല, വലിയൊരു ആത്മീയ പാഠവും വാസ്തുരഹസ്യവും ഈ ചെറിയ ഇലകൾക്ക് പിന്നിലുണ്ട്. ഭൂമി ദേവിയുടെ വരദാനമായും ലക്ഷ്മി ദേവിയുടെ ചൈതന്യമായും കരുതപ്പെടുന്ന കറിവേപ്പിലയെക്കുറിച്ച് നിങ്ങൾക്കറിയാത്ത ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മനോഹരമായ ഒരു കഥ കേൾക്കാം. ഒരിക്കൽ ഒരു ശിഷ്യൻ തന്റെ ഗുരുവിനോട് ചോദിച്ചു, ഗുരു, നമ്മൾ ലോകത്തിന് ഒരുപാട് നന്മ ചെയ്യുന്നു, പക്ഷേ ആവശ്യം കഴിഞ്ഞാൽ ആളുകൾ നമ്മളെ മറന്നുപോകുന്നു. ഇത് വലിയ വിഷമമുണ്ടാക്കുന്നു. ഗുരു അവനെ അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി തിളയ്ക്കുന്ന കറിയിലെ ഒരു കറിവേപ്പില കാണിച്ചു പറഞ്ഞു. ഈ കറിവേപ്പിലയാണ് കറിക്ക് രുചിയും മണവും നൽകുന്നത്. എന്നാൽ കഴിക്കാൻ നേരം നമ്മൾ ഇതിനെ പാത്രത്തിന്റെ വശത്തേക്ക് മാറ്റിവെക്കും. പക്ഷേ കറിവേപ്പിലയ്ക്ക് പരാതിയില്ല. കാരണം തന്റെ ഗുണം ആ കറിയിൽ അലിഞ്ഞു ചേർന്നു എന്ന് അതിനറിയാം. നമ്മുടെ ജീവിതവും ഇതുപോലെയാകണം. പ്രതിഫലം ഇച്ഛിക്കാതെ നന്മ ചെയ്യുക. പ്രശസ്തി ലഭിച്ചില്ലെങ്കിലും നാം ചെയ്ത നന്മ മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കും. കറിവേപ്പില നടുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കറിവേപ്പ് വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് നടുന്നതാണ് ഏറ്റവും ഉത്തമം. ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാനും വീട്ടിൽ ധനസമൃദ്ധി ഉണ്ടാകാനും സഹായിക്കും. വടക്കു ഭാഗത്തോ കിണറിന് സമീപമോ കറിവേപ്പ് നടുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഏത് ദിവസമാണ് കറിവേപ്പില നടേണ്ടത് എന്നതും പ്രധാനമാണ്. വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ചെടി നട്ടുപിടിപ്പിക്കുന്നത് ഐശ്വര്യത്തിന് കാരണമാകുന്നു. കറിവേപ്പില പരിപാലിക്കുമ്പോൾ ഈ തെറ്റുകൾ വരരുത്. വീട്ടിൽ വളർത്തുന്ന കറിവേപ്പ് പൂക്കുന്നത് ഗൃഹനാഥന് അത്ര നല്ലതല്ല എന്ന് വിശ്വസിക്കപ്പെടുന്നു. പൂവ് വരുമ്പോൾ തന്നെ അത് നുള്ളിക്കളയുക. പലരും മത്സ്യവും മാംസവും കഴുകിയ വെള്ളം കറിവേപ്പിന് ഒഴിക്കാറുണ്ട്. ഇത് ഒഴിവാക്കണം. കറിവേപ്പ് വളരെ ശുദ്ധിയുള്ള ചെടിയാണ്. അശുദ്ധിയുള്ള സമയത്ത് ഇലകൾ പറിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ മുറ്റത്തെ ഒരു ചെറിയ കറിവേപ്പിലയെ പോലും ശരിയായ രീതിയിൽ പരിപാലിക്കുന്നത് പ്രപഞ്ചത്തെ സേവിക്കുന്നതിന് തുല്യമാണ്. ഈ ആത്മീയ സന്ദേശവും വാസ്തു നിർദ്ദേശങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഭദ്രേ നാരായണ.